ഹലോ ഗായ്സ്, നമ്മളെ നമ്മളെ മൂന്നാമത്തെ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞില്ല. ഇന്നലെ ഫോൺ രാവിലെ ആയപ്പോൾ സ്വിച്ച് ഓഫ് ആയി. ഇന്നിപ്പോൾ സ്വിച്ച് ഓഫ് ആവും. 16% ഫോൺ ചാർജർ കുത്തിയാട്ടെ സ്വിച്ച് ഇടാൻ മറന്നുപോയി. എന്താ രാവിലെ നല്ല തണുപ്പാണ് റൂമിൽ, പുറത്ത് നല്ല ചൂട്. നമ്മൾ ദുബായ് കടന്ന് ഇന്ന് കിടിലൻ കാഴ്ചകളാണ്. നമ്മൾ ദുബായ്ക്കാണ് പോണേ. ദുബായ് യാത്രകളാണ്. ഇന്ന് ദുബായിൽ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്യാൻ പോവാം. നമുക്കിപ്പോൾ സോഫയും കാര്യങ്ങളും ഗംഭീരമാണ്. ഞാനാ സെലക്ട് ചെയ്ത് കൊടുക്കണേ. എന്താ ചൂടാട്ടോ അവിടെ. എന്തെങ്കിലും കഴിച്ചങ്ങയ്യോ കേട്ടോ പോയി. എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കിട്ടുമോ കേട്ടെ. ഇപ്പം നാട്ടിൽ ഇറങ്ങണ മാതിരിയാണ്. രാവിലെ ഇറങ്ങണ മാതിരി. രാവിലെ കള്ളിത്തുണിയൊക്കെ എടുത്ത് ഇറങ്ങണം ഞാൻ. അപ്പോൾ ഫുഡ് ഇവിടെ കിട്ടുമോ കേട്ടോ. വീണ്ടും 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 ഫുഡ് തപ്പിക്കൊണ്ടിരിക്കാം. കുറേ എന്തെല്ലോ ഉണ്ട്. എല്ലാവരും നീച്ചാൽ നേരെ വെക്കുന്നുണ്ട്. ആരും നീച്ചില്ല. പാർക്കിംഗ് വണ്ടിയൊക്കെ ഉണ്ട്. നമ്മളെ മുതലാളി വന്നില്ല. ഉമ്മാണിക്ക് ദുബായ്ക്കൊക്കെ പോകണം പറഞ്ഞേ. മുപ്പരെത്തിയില്ല. മുപ്പരപ്പ് വന്നുകൊണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു. താടിയൊക്കെ പഠിച്ചാണല്ലേ. ലാസ്റ്റ് കാട്ടുജാതികളൊക്കെ മാതിരിയാവും ചിലപ്പോൾ. ഞാൻ താടിയൊക്കെ നീട്ടി വളർത്തിയത് കാരണം പ്രവാസിയാണല്ലോ. പൈസ ചിലവാക്കരുത് നമ്മൾ. അല്ല ഇവിടെ എങ്ങനെ അറിയോ, ഇവിടെ സീബ്ര ലൈനിൽ കൂടെ തന്നെ നടക്കണല്ലോ, ക്രോസ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ CID-കളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. CID-കൾ പിടിച്ച് പൂസ് തരണേ. 400 ദിർഹംസൊക്കെ ഫൈനാണ് തന്നെ. ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയാൽ എത്തല്ലേ. വേണേ അവിടെ നിൽക്കണോ. നാട്ടിൽ തിരിഞ്ഞ കുറേ എണ്ണം ഉണ്ടാവും. ഐറ്റങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടാൽ മതി, വേഗം റെഡിയാവും. റാശൊക്കെ കണ്ടില്ല, റാശൊക്കെ തിരിഞ്ഞൊരുത്തണേ. ഇവിടെ കൊണ്ടുപോയിട്ട് ചെക്കോ സാറായി. പെണ്ണിട്ടാണ് മൈൻഡൊക്കെ കയറി. ചോരേ ചായപ്പീട് തപ്പട്ടെ. കുറേ തൊള്ളട്ടും കളിച്ചിട്ടുണ്ട്. ചായപ്പീട് നോക്കിയോട്ടെ. ഹോട്ടലിൽ എത്തിക്കണേ മലയാളിൻ്റെ ഒരു പയമ്പരി ചൂട് രതീഷും ഒരു നാരങ്ങ സോഡ പറഞ്ഞു. നാരങ്ങ സോഡ അല്ല, ഒരു കോമ്പിനേഷൻ ഉണ്ടാകത്തൊരു സാധനം. നന്നായി സ്ഥലത്ത് അതല്ലേ സാധനപ്പത്തും പയമ്പരിക്ക് ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ സാധനം നമ്മൾ നന്നായി സർവത്ത് പോയി. സാധനം ഒറ്റക്കൂടെ വേണ്ടത് തൊണ്ടല കേട്ടിട്ട്. ഫൈവ് സ്റ്റാർ നാട്ടിൽ നിന്ന് മറ്റേ ഗ്രീൻ പീസ് ഒന്നും എത്തില്ല കേട്ടോ. ഇവിടുത്തെ വയമ്പര എണ്ണി കുറവാണ്. ഒരു നന്നായി സർവത്തൊരു പയമ്പര തിന്നട്ടോ. അതിൻ്റെ ഉള്ളിൽ അതിനെത്ര പേര് 5 ദിർഹംസ്. 5 ദിർഹംസ് പറയുമ്പോൾ എത്ര നാട്ടിലത്തെ എത്ര 170. ഞാൻ തിരിഞ്ഞ ശരിയാവില്ല കേട്ടോ. പക്ഷെ പുറത്തുനിന്ന് വെറുതെ തിന്നാച്ചില്ല. പുറത്തുനിന്ന് തിന്നാൻ തന്നെ തീർന്നു. 523 230 100 110 ആ റേഞ്ച്. 110 ആ റേഞ്ച്. എത്താത് ഒരു നാട്ടിലാകെ 20 ഉള്ളൂ. ഒരു നന്നായി സോഡ ഏറി പോയാൽ 25-30. ശരിയാവില്ലട്ടത്. അത് പുറത്ത് നിന്നാച്ചാ ഇനി ചിലവ് ചുരുക്കണം. രാവിലത്തെ കട്ട്, രാവിലത്തെ ഫുഡ് കട്ട്. ഇനി ഉച്ചക്ക് രാത്രി പൈസ ഉണ്ടാക്കാനാണ് പറ്റില്ല. അപ്പോൾ നമ്മൾ പൈസ കളയത്തിട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ പൈസ പോകണോണ്ടുള്ള പ്രശ്നം. പൈസ ഉണ്ടാക്കാൻ വരുമ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കാനാണ്. അതിൻ്റെ ഒരു ഇതിൽ നിൽക്കണം. ഇയാൾ വന്നിട്ടില്ല. കാരണം ഇവിടെ അടിയിലാണെങ്കിൽ വൈഫൈയും ഇല്ല. അടിക്ക് വൈഫൈ ഇട്ടു. റൂമിൽ തന്നെ പോകണം. മെസ്സേജ് അയക്കണമെങ്കിൽ മുപ്പയ്ക്ക് പോയോ കട്ടെ. വരാതെ ഞാൻ കുറേ തൊള്ളട്ടടിച്ചിട്ടെത്താം. നമുക്കൊരു സ്ട്രൈറ്റ് ടെൻസാടാ. ഇവരെ വിളിച്ചു കഴിഞ്ഞു. ഇവരെ പറഞ്ഞേ
ഇതൊരു ചായ ഒക്കെ കുടിച്ചിരിക്കും. ഞാൻ ഇപ്പോൾ വരാം, ഒരു 10:30 വരാം, എന്നിട്ട് 10 മണിക്ക് പോകാൻ. ചായ കുടിച്ച് ജസ്റ്റ് ഒരു 10 വരെ ആക്കണ്ടേ. ഇവിടെ ആകെ ടൈമായിട്ടില്ല, 9:08 1 മണിക്കൂറുണ്ട്. അപ്പുറത്തെ ഹൈവേക്കൊക്കെ പോകണം. ഞാൻ ഇവിടെ ഒക്കെ നിൽക്കല്ലേ, സ്ഥലം പറ്റില്ല. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വയ്യട്ടോ, കുറേ സ്ഥലം ഒരേ മയത്തൊക്കെ ഒരേ മയത്ത് സ്ഥലം. ഏട്ടാ പോകേണ്ടതൊന്നും അറിയില്ല. ഞാൻ ഒരു അടയാളം വെച്ച പള്ളിയാണ്. പള്ളി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേണം കുറേ ടൈം. അടിപൊളി വ്യൂ ആട്ടോ, നല്ല ഹൈവേ, നല്ല ഹൈവേ. ഞാൻ ഏതായാലും ഇവിടെ നല്ല ചൂടാണ്, പുറത്ത് നിൽക്കുന്ന നടക്കൂല. ഏതായാലും റൂം പോയട്ടെ, റൂം പോയി ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. സ്ഥലം തെറ്റി ഗ്രൗണ്ട് ഫ്ലോർക്ക് വണ്ടി അറിയാം. നമ്മളെ കൊണ്ടാളെ വണ്ടി എത്തിയിട്ടു. പക്ഷേ ഞാൻ ഒരു മാസമായിട്ട് ഇറങ്ങിയത്. പോയി 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 തപ്പത്ത് ഫസ്റ്റിന് ഫ്ലോ കളഞ്ഞാലപ്പോൾ വണ്ടി എത്തിന് നമ്മൾ ദുബായ് കടന്നു പോണേ. ദുബായ് കാഴ്ചകളാണ് വണ്ടിയിലെത്തട്ടെ. കിട്ടുന്നവരാണ്. ഞാൻ സാധനം അയച്ചോട്ടെ. ഒരു സംസാരിച്ച റെക്കോർഡ് കിട്ടോ? ഡ്രാഗൺ മാളിന് അറ്റത്താറാളെ വീട് തുടങ്ങിയ സാധനം എവിടെ വേണ്ടതാ? ഏകദേശം എന്തിനാണ് എല്ലാ ഇവിടെ ഫർണിഷിങ് ചൈനീസിന്റെ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കാണ് വലിയ സാധനം. ഒരു മൊബൈൽ ഷോപ്പിന്റെ കൂടെ കട്ടളടിക്കാനല്ല, ഫർണിച്ചർ സോഫ പർച്ചേസ് ചെയ്യാം. രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. എനിക്ക് കോഴിക്കോട് നല്ല ഡിസൈൻ ഇല്ല ഡൗണില്. ഞാൻ സുലൈമാനെ കൊടുക്കാനില്ല, കൊടുത്തതിന് ശമ്പളം കൊടുക്കില്ല. സുലൈമാനെ കൊടുത്തിരിക്കുന്നു. ശമ്പളം കറക്റ്റ് ആണെങ്കിൽ സുലൈമാനെ കൊടുത്തു. നമ്മള് വന്നത് പറഞ്ഞാല് ഇവിടുത്തെ വന്നേ ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിക്ക് സോഫ വേണം, കസാര വേണം, ഓഫീസാണ്. അപ്പം അതിനുള്ള സാധനം തപ്പാൻ വന്ന ചൈനീസ് മാർട്ടിൽ കിട്ടും. ചൈനീസ് മാർട്ടിൽ സാധനം ഉണ്ട് ഇവിടെ. ഹലോ, ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഫുൾ ഓഫീസ് യൂസിന് സോഫ, കസേര. നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടുന്ന് പുറത്ത് ഒരു ചൈനീസ് മാർക്കറ്റ് എന്ന സ്ഥലത്ത് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഡോൺ പറഞ്ഞ കമ്പനിയാണ് ഇൻറ്റീരിയറിൻ്റെ. ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വന്നാൽ നമുക്ക് നമ്മളെ ക്ലയൻറ്റിന് പറ്റിയ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വന്നാൽ ക്ലയൻറ്റിന് എങ്ങനത്തെ മോഡലാണ് നമ്മൾ കാണിച്ചു കൊടുക്കും. അതിന് പറ്റിയ സാധനങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞാൽ A to Z സാധനം കിട്ടും. നമുക്ക് എന്തുവാണോ ആ സാധനം ഇവിടെ കിട്ടും. ഇവിടെ ഫുൾ പർച്ചേസിങ്ങിന് എന്താണ് സോഫയും കാര്യങ്ങളും.
പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ. ഏതാ പെയിന്റിങ്? ഒരു ഓഫീസറിന് പറ്റിയ ഒരു സ്കില്ലും സാധനം. ഒരു ഓഫീസ് തന്നെ. ആളെ കിട്ടി. അസ്സലാമലൈക്കും. ഇടത്തെ പരാളൊക്കെ ഇല്ല, അവിടെ പറ്റുന്നില്ലേ? മാങ്ങണം ഞാൻ, ഒക്കെ മാങ്ങണം. ഇടത്തെ പരിപാടി ആളെ കിട്ടിക്കണേ. ഞങ്ങൾ എൻ്റെ അപ്പുറത്തേ ഇല്ല. ഞാൻ പുതിയ സിമ്മൊക്കെ എടുത്ത് ആളെ കിട്ടി. നമ്മളെ വണ്ടി ഈ സാധനം നമ്മൾ പുതിയ എടുത്തതാണ്. ഇത് തുറന്നാണി. നല്ല ചൂടല്ലേ ഇവിടെ? ഇതൊന്നേ സിമ്മ ഇട്ടോ. ബാക്കി നമ്മളെ ഇത് വണ്ടി ഇതാ. ഇതേതാ? BM ഏതാ? BM 730. 730. ഇതെന്താ? പെർഫ്യൂമോ? പെർഫ്യൂം ഗിഫ്റ്റ്. ബാക്കി റൂമിലെത്തിയിട്ട് പുറത്ത് സിമ്മിന് 10 റുപ്യ എടുത്താൽ കിട്ടും. എങ്ങനെ? പുറത്തൊക്കെ ആ 10 റുപ്യ 20 റുപ്യ കൊടുത്താൽ കിട്ടും സിമ്മ്. ഇവിടെ എത്ര? 50 കേട്ടോ. ഇവിടെ പള്ളിയുണ്ട്. സ്കെച്ചിട്ട് പോണേ. ഇതാണ് മാണ്ടി സാധനം നമ്മൾ കാണിച്ചില്ല കേട്ടോ. നമ്മളെ കംഫർട്ടിന് പറ്റിയ അങ്ങനത്തെ സാധനം ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഫുൾ ഓഫീസ് വേണ്ട സാധനങ്ങൾ. ഫുൾ ഓഫീസ് പരമായ കാര്യങ്ങൾ എന്തുവാണോ നമ്മളെ ബന്ധപ്പെടുക, ഇൻറ്റീരിയർ എന്തുവാണോ നമ്മൾ ചെയ്തു തരും. ആ മൊത്തത്തിൽ എന്തൊക്കെ ഓഫീസ് ഇടുന്നല്ലേ നമുക്ക്. കമ്പനിയൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചെയറിലൊക്കെ 2 ചെയറൊക്കെ വെച്ച്. ഓ ഇതെന്താ അടുക്കളേ? അല്ലല്ലേ, ഇത് ഓഫീസാട്ടോ. ചിക്കു തല ചേർന്നേക്കുണ്ട്. വാ പിരാന്തായാലും മതി. എത്തപ്പത് സാധനം കിട്ടണില്ല, നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടണില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡൽ ഓഫീസാണോ? നമ്മൾ ഉണ്ടാക്കി തരും. നമ്മൾ ഏത് എടുക്കും കേട്ടോ, നമ്മൾ ഏത് സാധനം എടുക്കും. കാരണം ഇപ്പോൾ നമ്മൾ ചൈനീസ് ഫുഡ് കഴിക്കാൻ പോകാം. ചൈനീസ് പള്ളി ജുമ കഴിഞ്ഞാൽ നമ്മൾ ചൈനീസ് ഫുഡാണ്. ജുമൊക്കെ പുറത്തിരുന്നിട്ട് വെന്തിരിക്കണം. പുറന്നില്ലാന്നുള്ളൂ, ബാക്കി കഴിക്കണം. കാലിൻ്റെ അടിയിൽ നിന്ന് പൊട്ട് വരും. ഇതിനെ പുറത്തിരുന്ന് നല്ല നിസ്കരിച്ചാൽ ചൈനീസ് ഫുഡാട്ടോ. നമ്മൾ ഗാങ് ആയിട്ട് പോകണം. നമ്മൾ ഗാങ്സ്റ്റർ ഫുഡ് കഴിച്ചിട്ടാണ്. എക്സസൈസ് ചെയ്താൽ മാറും.
ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്നത്തെ എല്ലാ പരിപാടി കഴിഞ്ഞ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമൊക്കെ കഴിഞ്ഞ്